ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണിക്കുള്ള എല്ലാ വക സെറ്റപ്പും. എന്ത് ബിരിയാണി കഴിക്കുന്നത്? തലശ്ശേരി ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, പാലക്കാടൻ ബിരിയാണി, കണ്ണൂർ ബിരിയാണി, തൃശ്ശൂർ ബിരിയാണി, തമിഴ്നാട്ടിലെ ബിരിയാണി. അങ്ങനെയൊന്നുമില്ല അല്ലേ? ഒരു ബിരിയാണി ഏതിലൊന്ന്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബിരിയാണി വയ്ക്കുന്ന പറയണത്. ഉള്ളി പൊരിച്ചത്, ഉള്ളി പൊരിച്ചതൊക്കെ കരിഞ്ഞ് പൊരിഞ്ഞതൊക്കെ നാശമായി തുടങ്ങി. ഇതിനെന്താ പറയുക, കറക്റ്റ് പുളിയുറുമ്പിൻ്റെ കളറാകുമ്പോൾക്ക് എടുക്കണം അല്ലേ ഉള്ളി പൊരിച്ചതേ. അണ്ടിപ്പരിപ്പ് നിങ്ങളെപ്പോഴും കുറച്ചേ മേടിക്കുള്ളൂ. ലൂസ് കിട്ടും. ഇത് പാക്കറ്റാ അല്ല. ഇത് എന്ത് വിലയായാലും തരി കൂടുതൽ മേടിക്കണം. എന്ത് പക്ഷെ മുന്തിരി എപ്പോ നോക്കിയാലും കൂടുതലുണ്ടാവും. ഉണക്കമുന്തിരി ഇത് കുറവാണ്. മുന്തിരിക്ക് കുറവാണ് കാശ്. എന്ത് പൊടിക്കേ ഇഞ്ചില്ലത്, ഇതല്ലേ വെളുത്തുള്ളി, ഇതഞ്ചി, രണ്ടിൻ്റെ ഒരേ കളറ്. ചോദിക്കുന്നില്ല. എന്നാ പച്ചമുളക്, പച്ചമുളക് കുറഞ്ഞു പോയി. ഇതിലെല്ലാ വക ഐറ്റംസിലുണ്ട്. ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തേ. മിക്സിയിലിട്ടൊന്ന് പൊടിക്കുക. മല്ലിപ്പൊടി അല്ലേ ഇടുന്നത്? 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 കയ്യിൽ ടീസ്പൂണല്ല. അടുത്തത് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ചെറിയ 2 ടീസ്പൂൺ. മഞ്ഞപ്പൊടി കുറച്ച് കൂടുതലായിക്കോട്ടെ, വിഷാംശങ്ങളൊക്കെ പോകും. അത് കൂടിയാലും കുഴപ്പമില്ലാന്ന്. ഹിന്ദിക്കാരൊക്കെ മഞ്ഞപ്പൊടി വാരി തിന്നാ ചെയ്യുക. ഉണ്ടാ മുളക് പൊടി ഒരു 3 ടീസ്പൂണ്. നിങ്ങൾ ഹിന്ദിക്കാർ ചിക്കൻ കറി വയ്ക്കുന്നുണ്ടോ? അവരതിൽ കൂടുതൽ മഞ്ഞപ്പൊടി ആയിരിക്കും അല്ലേ? മഞ്ഞപ്പൊടിക്ക് നല്ല വിഷാംശങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ചിക്കൻ മസാല ഒരു പാക്കറ്റ് അങ്ങനെ ഇട്ടാ അതിലെല്ലാ സംഭവം ഉണ്ട് തോന്നുന്നില്ല. അതും ഈസ്റ്റേൺ ചിക്കൻ മസാല. അപ്പോൾ അവർക്കൊരു പരസ്യമായി. കുരുമുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ കുറച്ച് അധികം ഇടണം. എന്നാലേ എരിഞ്ഞിട്ട് അധികം തിന്നാണ്ടുള്ള ആൾക്കാർ ബാക്കി വരും. എന്താ പൈസക്കൊക്കെ അത് ഇഷ്ടമായില്ല. അതിനെ കുറച്ച് കൂടുതൽ എരിവിട്ട് ഞാൻ കറി ബാക്കിയല്ലേ പൈസ. തക്കാളി
എന്താ ഗ്യാസ് കത്തിച്ച ചങ്ങാതി പൈസ ഞെട്ടിക്കോ ബിരിയാണി കണ്ടിട്ട് ഇങ്ങനെയൊന്ന് കൊണ്ടുപോയതാ കത്തിച്ചിട്ട് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കറി സൂപ്പറാവുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കറി സൂപ്പറാവുള്ളൂ അല്ലെങ്കിൽ എന്നിട്ട് പോകാൻ പറഞ്ഞേ സൂപ്പറായിട്ട് നന്നായിട്ട് പറഞ്ഞു ഞാൻ പണി പോളും കണ്ണ് നട്ടാൻ പാടില്ല പൈസ എടുക്ക ആ ഇത് എന്നിട്ട് ആ പൊടിക്കാൻ തന്നല്ലേ പൊടിക്കാൻ തന്ന പൊടി മസാല കൂട്ട് തക്കാളി സോസ് കുറച്ച് സോയാ സോസ് കണക്കൊന്നുമില്ല കുറേശ്ശെ പൊടിയുപ്പ് അതാരെങ്കിലൊക്കെ പറ്റേ നമുക്ക് വെപ്പില് ഇതാക്കണം ശ്രദ്ധ ആ അതൊക്കെ ഉണ്ടാവും ഇതില് പൊടിയുപ്പ് അത്യാവശ്യത്തിനിട്ടുണ്ട് പൊരിച്ച് വെച്ച സവാളയാണ് എടുത്തിരുന്നത് അപ്പോൾ നമുക്കൊരു സെറ്റപ്പ് കിട്ടും പൊരിച്ച് വെച്ച സവാള കുറച്ച് വേപ്പിലിട്ടുണ്ട് ഇതിന് മുന്നേ കുറച്ച് വേപ്പിലിട്ടില്ലേ പൊരിച്ച് വെച്ച സവാള കഴിഞ്ഞു തുടങ്ങി വേപ്പിൽ അണ്ടിപ്പരിപ്പും കഴിഞ്ഞു തുടങ്ങി ഇതാ മസാലപ്പൊടി അല്ലേ കുരുമുളക് പൊടി മല്ലിയില പുതിന അല്ലേ മല്ലിയിലയും പുതിനയും എരിവ് ലേശം കുറവുണ്ട് അല്ലേ അപ്പൊ കുറച്ചും കൂടി മുളക് പൊടി ഇടാം ആ പട്ടഗ്രാമ്പൊക്കെ പൊടിച്ച് വെച്ച പൊടിയല്ലേ മസാല കൂട്ടല്ല കൂട്ട് മസാല കൂട്ട് പൊടി ചിക്കൻ വാരി കണ്ട് തട്ടി പൊരിച്ച് വെച്ച ചിക്കൻ അധികം അങ്ങോട്ട് മുരിഞ്ഞിട്ടില്ലല്ലേ ചിക്കൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലേ അങ്ങനെ ചിക്കൻ എടുത്ത് അതിൽ തട്ടിയിട്ടുണ്ട് അതൊന്ന് സെറ്റപ്പ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത പരിപാടി നോക്കാം മല്ലിയിലയും പുതിനയും കുറേശ്ശെ മുകളിലിട്ടു അടുത്തത് നമുക്ക് അരിക്കുള്ള ഇതല്ലേ ചോറ് വയ്ക്കാൻ അരിക്കുള്ള ചെമ്പെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം കൊണ്ടൊന്നൊഴുകി വെള്ളത്തിലെല്ലാ വക മസാല ഇട്ടുണ്ട് പട്ടഗ്രാമ്പ് പൂവ് ഏലക്ക ആവശ്യത്തിന് ഉപ്പ് അരി കഴുകി വെച്ച അരി 8 കിലോ അരി വെള്ളം നല്ലവണ്ണം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അരിയൊക്കെ ഏകദേശം കഴുകി ഇട്ട് കഴിഞ്ഞു. അരി കഴുകി വെച്ച അരി ഇട്ടു. അരി ഏകദേശം கொஞ்சம் ചായ കൊടുക്കും. പൈസയ്ക്കാണ് എല്ലാ പരിപാടിയും.
ചെറുനാരങ്ങ ചെറുനാരങ്ങ എത്ര പീസ് പിഴിഞ്ഞു? ഒരു 4 ചെറുനാരങ്ങ പൂശില്ലേ? അതാ 2 2 ചെറുനാരങ്ങ. ആ അത് ഞാനൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ ആരാധകര് പരിപാടി നല്ല വെള്ളമാണ്. എൻ്റെ ആവശ്യത്തിന് വെള്ളം വേണ്ടിയില്ല അല്ലേ? കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ഏറ്റവും താഴെ അല്ലേ. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നമുക്ക് ആ ഊറ്റി വെച്ച ചോറ് ഇതിലേക്ക് അങ്ങോട്ട് തട്ടണം. ഡെക്കറേഷൻ ചെയ്യണം. അതിന് ശേഷമുള്ള കളികളാണ്. പ്രശ്നം ഉണ്ടാവും. ഊറ്റി വെച്ച ചോറ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു കുറേശ്ശായിട്ട്. നെയ്യ് കുറച്ച് ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിക്കുക. കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് മുകളിലിട്ടിട്ട് സെറ്റപ്പ് ചെയ്യുക. കുറച്ച് പൈനാപ്പിൾ, അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ അതിലെന്നിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് മാഗിയുടെ പൊടിയാ. അടുത്തത് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ, അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് അതൊക്കെ കൂടി അതിൻ്റെ മുകളിൽ നിന്ന് ഇട്ടുണ്ട്. പിന്നെ ലേശം കലക്കി വെച്ച മഞ്ഞപ്പൊടിയാണ്. എന്നിട്ട് എസൻസ് മഞ്ഞപ്പൊടി അല്ല, അത് അതിൽ കാണുമ്പോൾ മഞ്ഞപ്പൊടി പോലെ ഉണ്ടേ. അപ്പോൾ കലക്കി വെച്ച മഞ്ഞപ്പൊടി അല്ല, എന്താന്ന് പറഞ്ഞു തരുന്നില്ലല്ലോ. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ വെക്കാനൊന്നും മുകളിൽ ഞങ്ങൾ അതെന്താ വെച്ചാൽ പറഞ്ഞോ. അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതാണ് എസൻസ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഫസ്റ്റ് മഞ്ഞപ്പൊടി. അപ്പം ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ. അപ്പോൾ എസൻസ് വീണ്ടും ഒഴിക്കുന്നുണ്ട് കുറേശ്ശെ. അപ്പം നമ്മൾ പറഞ്ഞത് റെഡി തന്നെയാണ്. മഞ്ഞപ്പൊടി കലക്കി വെച്ച വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് മുണ്ടാണ്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ബാക്കിയുള്ള ചോറും കൂടി ഇട്ടു. വീണ്ടും അതിലേക്ക് നെയ്യ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചാണ്. അത് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ എല്ലാ ആൾക്കാർക്ക് കൊളസ്ട്രോൾ കൂടണം. നെയ്യ് ഇങ്ങനെ വാരിക്കോരി ചോദിച്ചാൽ അങ്ങനെ ഉള്ള നെയ്യ് മുഴുവൻ ഒഴിച്ചു. വീണ്ടും മഞ്ഞപ്പൊടി വെള്ളം, മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം. പിന്നെന്താന്ന് പറയേ, ഒരു തേങ്ങയല്ല, മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം എടുത്ത് വെച്ചിട്ട് വേറെ പാലാണ്. പാലില് മഞ്ഞപ്പൊടി കലക്കിയതാ. അത് പറഞ്ഞൂടെ, വെറുതെ ഇല്ലാത്തത് പറഞ്ഞ ആൾക്കാർ പാലില് ഇതാവൂട്ടാ. സത്യം എന്താ വെച്ചാ പറഞ്ഞോ. പെട്ടെന്ന് ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ പാലില് മഞ്ഞപ്പൊടി കലക്കി ചോദിച്ചാലോ. അത് വെറും മഞ്ഞപ്പൊടിയാന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല. പൈനാപ്പിള് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പൈനാപ്പിള് അതിൻ്റെ മുകളിലേക്ക് ഇട്ടുണ്ട്. വീണ്ടും നമ്മളെ പരിപാടി തന്നെ മല്ലിയിലയും പുതിനയൊക്കെ മുകളിലിട്ട്. അപ്പോൾ അത് സെറ്റപ്പായി. വീണ്ടും നമ്മളെ സവാള പൊരിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കൂടാതെ കുറച്ച് എസൻസ് മുകളിൽ കൂടെ നമുക്ക്
ഒരു 2-3 ടീസ്പൂൺ എസൻസ്, അതൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഒഴിക്കാൻ പോണത്. എസൻസ് ഇത് പൈനാപ്പിൾ എസൻസാ? ഇത് എന്ത് എസൻസാ? പൈനാപ്പിൾ എസൻസാണ് ഒഴിച്ചത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ് അരിഞ്ഞത്. ഈ അണ്ടിപ്പരിപ്പ് നല്ലോണം കരിഞ്ഞു പോയാ? ഇല്ല, കരിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് തിന്നാം. അപ്പോൾ നമ്മൾ ഇനി എടുത്ത് വെച്ച ചിക്കൻ, മാറ്റി വെച്ച ചിക്കനാണ്. അതൊക്കെ അതിൻ്റെ മുകളിൽ സെറ്റപ്പ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം കൊണ്ട് മൂടി വയ്ക്കണം അല്ലേ? ബിരിയാണി ആയിട്ട് ഇതിനി ഇത് എന്ത് ബിരിയാണിയാന്നുള്ളത് തിന്നതിന് ശേഷം പറയാം. തലശ്ശേരി ബിരിയാണിയാ, കോഴിക്കോട് ബിരിയാണിയാ, തൃശ്ശൂർ ബിരിയാണിയാ? സൈഡിൽ നിന്ന് പൊട്ടിച്ചിട്ടേ ഇതിനൊരു സൈഡിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം. നിങ്ങൾ ചെയ്യണം, എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇവൻ പറഞ്ഞ പോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ചെയ്ത് കൊടുക്കണം. മിക്സ് ആക്കുമ്പോ എല്ലാം മസാല ചോറിൽ പിടിക്കും. അപ്പൊ പിന്നെ കറക്റ്റ്. മിക്സ് ആക്കിയില്ലെങ്കിൽ ചോറ് വേറെ, കറി അങ്ങനെ ഇത് വേറെ അങ്ങനെ വരും. അങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് കുഞ്ഞിക്കാൻ കൊടുത്തിരിക്കുന്നു. ഏത് മിക്സ് ആക്കുന്നത് ഇല്ലേ? രണ്ടാമത് അത് നിരാശിച്ചിരിക്കുന്നു. അത് നഷ്ടം മാറ്റി കൂടുതൽ ഗ്രേവി വേണ്ട. എല്ലാം കഴിഞ്ഞിട്ടുള്ള അതവിടെ നിൽക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ടുള്ള തീറ്റയാണത്. പൈനാപ്പിൾ ഇല്ലേ? പൈനാപ്പിൾ കേടാണോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവം? കച്ചമ്പർ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് കച്ചമ്പർ ഉണ്ടാക്കണം. പൈനാപ്പിൾ ഒരെണ്ണമുള്ള 3 പൈനാപ്പിളുണ്ട്. അത് അരിഞ്ഞിട്ട് വേണം ഓരോന്നോരോന്നേരം തിന്നാൻ ഗ്യാപ്പിൽ. എന്താ, അല്ലെങ്കിൽ ആ നേരത്തെ നമുക്ക് കിട്ടില്ലല്ലോ.